ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗ് ആയല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴക്കാർ കയറുന്നുണ്ട്, പിന്നെ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ തുണിയൊക്കെ രണ്ടെണ്ണം ടെറസിൽ കഴുകി അലക്കിയിട്ടേക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ എടുക്കാൻ പോകണം. ഇത് ഈ റോസാപ്പൂ ഉണ്ട്, ഇത് ബട്ടൺ റോസയാണ്, നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ. അപ്പോൾ ഇത് നല്ല രസമില്ലേ. പിന്നെ ഞാൻ ടെറസിലെ കോഡ് കേട്ടോ തുണി എടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ ചെറുതായിട്ട് ചാറ്റി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓടി അലച്ച് തല്ലി ടെറസിൽ ചെന്നു. വേഗം തന്നെ എൻ്റെ തുണികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. വീട്ടിലേക്ക് ഓടി കയറിയത് മഴ തകർത്തടിച്ച് പെയ്യാൻ തുടങ്ങി കേട്ടോ. കാരണം അത്രയ്ക്ക് മഴയായിരുന്നു. ഇച്ചിരിയും കൂടി കഴിഞ്ഞപ്പോൾ മഴ അങ്ങ് കടുത്തു. അങ്ങനെ നിങ്ങൾക്കറിയാലോ, എനിക്ക് മഴ കണ്ടാൽ ഭ്രാന്താണ്. അങ്ങനെ ഞാനില്ല അമ്മേനോട്, അമ്മ എനിക്കൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞ് ഞാൻ ഓടിച്ചാടി മഴയത്തേക്ക് ഇറങ്ങി. അമ്മ എന്നെയാണ് അവിടെ കിടന്ന് ചീത്ത വിടുന്നൊക്കെ, ആ മഴ കണ്ടാൽ അല്ലാത്ത തുള്ളലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്. അങ്ങനെ മഴയത്തൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു. എന്നിട്ട് വേഗം തന്നെ ഞാൻ കുളിച്ചൊക്കെ റെഡിയായി വന്നു കേട്ടോ. എന്നിട്ട് തലയൊക്കെ തോർത്ത് വേണം പനിയൊക്കെ വരാണ്ടിരിക്കാൻ. എന്നിട്ട് പിന്നെ ഇത് ചെറുതായിട്ടൊരു സ്കിൻ കെയർ ഒക്കെ ആക്കാം, വല്ലപ്പോഴും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. എന്നിട്ട് പിന്നെ ഫ്രണ്ട്സ്, ഞാനില്ലേ തൂക്കാൻ പോയി, വീടൊക്കെ ഒന്ന് അടിച്ചു വരാൻ പോയി. നമ്മുടെ ഒന്നാമത്തെ ഒരു ചെറിയ വീടാണ്, അതുകൊണ്ട് വേഗം അടിച്ചു വാരി എടുക്കാം. പക്ഷെ എന്നാലും എനിക്ക് മടിയാണ്. അങ്ങനെ ഞാൻ ഒരു വിധത്തെ അടിച്ചു വാരി. ഇപ്പം വീട്ടിൽ അമ്മയും ചേട്ടനൊന്നും ഇല്ല, അവരൊക്കെ ഷോപ്പിലാണ്. എന്നിട്ട് അവർ വൈകുന്നേരം വരുമ്പോൾ എനിക്ക് ചെയ്ത് വെക്കേണ്ട ജോലിയൊക്കെ ഇതാണ്: വീടടിച്ചിടുക, കട്ടൻ വെക്കുക, അങ്ങനെയുള്ള ജോലികൾ. പിന്നെ ഞാൻ ചായയൊക്കെ വെച്ചു, പിന്നെ ചായ കുടിച്ചു കേട്ടോ, മഴയൊക്കെ ആസ്വദിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്തുവാ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ സന്ധ്യയായി, പിന്നെ വിളക്ക് കത്തിക്കണമായിരുന്നു. അങ്ങനെ ഞാനില്ലേ ഒരു വിധത്തിൽ വിളക്കൊക്കെ എടുത്ത് വെച്ച് കത്തിക്കുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ വിളക്ക് കത്തിച്ചിട്ട് നാമമൊക്കെ ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പുതുതായിട്ട് ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. ഈ അതിഥി ആരാന്നൊക്കെ അറിയാൻ, അതിഥിയില്ല, നമ്മുടെ വീട്ടിലൊരു മെമ്പർ തന്നെയാണ്. ഇത് ആരാന്നറിയാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം.